ഫുൾപ്പിരി ഇല്ലെങ്കിലുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഫുൾപ്പിരി ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്തേക്ക് കയറി കടിക്കും. വാഷറിൽ 2 അല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്? അത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ജീപ്പിന്റെ ഈ ഇടയ്ക്ക് തള്ളിപ്പോയി വലിയ അപകടം ഉണ്ടാവേണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, 4 സ്വിച്ചോളം മേടിച്ചു, എന്നിട്ടും ഈ സാധനം നിൽക്കുന്നില്ല. നമ്മുടെ ജീപ്പിൽ ഇത് സക്സസ് ആയിട്ടോ. ഇപ്പോൾ ഫ്ലൂയിഡ് ലീക്ക് ഒന്നുമില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പരിചയപ്പെടുത്തുന്നത്. മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ മഹീന്ദ്ര ജീപ്പിൻ്റെ ഒരു ബ്രേക്ക് ഇഷ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീപ്പിന് 2-3 മാസം മുമ്പൊക്കെ ആയിട്ട് നമ്മുടെ ജീപ്പിന് ബ്രേക്ക് പെഡൽ താന്നു പോവുകയും അതുപോലെ ഫ്ലൂയിഡ് ക്യാനിലെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കുറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ജീപ്പിൻ്റെ മാസ് സിലിണ്ടറും അതുപോലെ നമ്മുടെ ജീപ്പിൻ്റെ ഒരുവിധപ്പെട്ട ബ്രേക്ക് ഇഷ്യൂസൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് തന്നെയായിരുന്നു. മച്ചാമാരെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു മാസം മുമ്പ് ഇട്ട ഒരു ഷോർട്ട് വീഡിയോ, അതായത് നമ്മുടെ ജീപ്പിൻ്റെ ബ്രേക്ക് സ്വിച്ചിൻ്റെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വരിക. മച്ചാമാരെ, ഇതേ നമ്മുടെ ഈ 93 മോഡൽ DI ജീപ്പിന് ചെറിയൊരു പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ക്യാൻ്റെ ഫ്ലൂയിഡ് കുറവാണ്. കണ്ടില്ല മച്ചാമാരെ, ഫ്ലൂയിഡ് ക്യാനിലെ ഫ്ലൂയിഡ് തീർത്തും കുറവാണ്. അപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല ഇത്, 2-3 മാസമായിട്ട് ഈ ഒരു പ്രശ്നം ഞങ്ങൾ നേരിടുന്നതാണ്. അപ്പോൾ ഫ്ലൂയിഡ് ക്യാനിലെ ഫ്ലൂയിഡ് കുറയാൻ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ മുന്നേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മുടെ ജീപ്പിൻ്റെ മാസ് സിലിണ്ടറൊക്കെ മാറ്റുന്ന വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു ചെറിയ കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. മച്ചാമാരെ, ഫ്ലൂയിഡ് കുറയുന്നത് കൂടാതെ നമ്മുടെ ജീപ്പിൻ്റെ ബ്രേക്ക് പെഡൽ താന്നു പോവുകയും അതുപോലെ തന്നെ ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ മാസിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും അല്ല, ഈ കാണുന്ന ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ബ്രേക്ക് സ്വിച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ചാണ് നമ്മുടെ ജീപ്പിന് ബ്രേക്ക് പെഡൽ ചവിട്ടി കഴിയുമ്പോൾ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് തെളിയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് സ്വിച്ചിൻ്റെ ബാക്കിൽ കൂടെ ഫ്ലൂയിഡ് ലീക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ജീപ്പിൻ്റെ ബ്രേക്കിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ മച്ചാമാരെ, ഇങ്ങനെ പ്രോബ്ലം ഉള്ള ജീപ്പേഴ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പറ്റിയ ഒരു അമ്പിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മൾ ഈ മാസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച മാറിയ ബ്രേക്ക് സ്വിച്ചാണ്. ഒരു ബ്രേക്ക് സ്വിച്ച് 2 ആഴ്ച പോലും തികച്ച് നിൽക്കുന്നില്ല, അതിന് മുമ്പ് തന്നെ ഫ്ലൂയിഡ് ലീക്ക് വരുവാണ്. അപ്പോൾ നിലവിൽ നമുക്ക് കമ്പനി സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കെന്ന് പറയുമ്പോൾ ബ്രേക്ക് സ്വിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ ബ്രേക്ക് ലൈറ്റ് ഒന്നും തെളിയുന്നില്ല, ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ മഹീന്ദ്ര ജീപ്പിന്റെ ബ്രേക്കിന്റെ സ്വിച്ച് ആട്ടോ ഇത്. നമ്മുടെ ജീപ്പിന്റെ ഈ ഇടയ്ക്ക് തള്ളിപ്പോയി വലിയ അപകടം ഉണ്ടാവേണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, 4 സ്വിച്ചോളം മേടിച്ചു, എന്നിട്ടും ഈ സാധനം നിൽക്കുന്നില്ല. നമ്മൾ കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് വരുത്തി, എന്നിട്ട് നിന്നില്ല. ഇത് കണ്ടില്ലേ, നമ്മൾ തടിപ്പശ ഇതൊക്കെ വെച്ച് അടച്ചു നോക്കി, എന്നിട്ടൊന്നും നിന്നില്ല. ഇത് പല ടൈപ്പ് സാധനം നമ്മൾ മേടിച്ചു. ഇത് കണ്ടില്ലേ, ഇതൊരു ബോൾട്ട് ടൈപ്പാണ്, അതുപോലെ പിൻ ടൈപ്പ്, അങ്ങനെ പല സാധനം പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അതിനെക്കുറിച്ച് അപ്പം പുള്ളി പറഞ്ഞു തരും കേട്ടോ. മഹേന്ദ്രയുടെ കമ്പനി നിർത്തി, അപ്പം കമ്പനി സ്വിച്ച് ഇറങ്ങുന്നില്ല. അതിന് പകരമാണ് ഈ ചാത്തനായിട്ടല്ല സ്വിച്ച് ഇറങ്ങുന്നത്. ഈ അടിമാലി, കോതമംഗലം, മൂവാറ്റുപുഴ, എറണാകുളം എല്ലായിടത്തും അന്വേഷിച്ചപ്പോഴും ഈ കമ്പനി ഇറങ്ങുന്നില്ലെന്ന് പറയുന്നത്. എല്ലാവർക്കും കംപ്ലൈൻറ്റ് ആയിട്ട് ഈ സ്വിച്ച് പോയിട്ട് ടെസ്റ്റിന് മാത്രം മാറി വെക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുള്ളത്. ഇതിൻ്റെ കമ്പനി ഏതാണ് എന്നുള്ള തിരിച്ചറിയാനുള്ള ഒറ്റ മാർഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിരിയാണ്. ഇതിന് പിരി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത്ര ഫുൾ പിരി വിട്ടാ കിടക്കുന്നത്. ഇതിനെന്ന് പറയുക കമ്പനി സാധനത്തിന് ഫുൾ പിരിയാണ്. അപ്പം ഈ പിരി തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ അകത്ത് പിടിപ്പിക്കുന്ന ഇതും ചാത്തനാന്ന് തിരിച്ചറിയുന്ന ഈ ഫുൾ പിരിയുള്ള കമ്പനി സാധനം ചാത്തന് ഇങ്ങനെ വെട്ടും വരും. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതിന് വ്യത്യാസം വരും. ഇതിന് ഈ ബ്ലാസ്റ്റിക് പിടിച്ചേക്കുന്ന സാധനം കട്ടിയുള്ള ഭാഗം, ഇതുണ്ടോ കട്ടി കുറഞ്ഞ ഭാഗം. ഇത് ബ്രേക്ക് കെട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തോടെ വന്നിട്ട് സ്വിച്ച് അമരുമായിരുന്നു. ഈ സാധനം തള്ളിപ്പൊരുന്നു പ്ലാസ്റ്റിക്. അതുപോലെ തള്ളി പോകുന്നത് മിക്ക വണ്ടികൾക്കും ഇതേ അവസ്ഥയാണ്. അപ്പം വണ്ടി ബ്രേക്ക് കംപ്ലൈൻറ്റ് മെയിനായിട്ടൊന്ന് തള്ളിപ്പോയി കംപ്ലൈൻ്റ് ആകുന്ന കാരണം ഈ സ്വിച്ച് വഴിയാണ്. അപ്പം ഇത് നമ്മൾ പരീക്ഷിക്കാൻ ആദ്യം ഫെവിക്വിക്കും മണലും ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സാധനം ഇതൊരു കാരണവശാലും മേടിച്ച് വെക്കല്ലേ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തുളയിൽ കൂടെ ചൂടുള്ളൂ. അപ്പോൾ മേടിക്കുമ്പോൾ ഈ സൈസ് സ്വിച്ച് തന്നെ മേടിച്ചിട്ട് ഇതിനൊരു പോംവഴിയായിട്ട് ഒരു പശ വെച്ച് 24 മണിക്കൂർ കഴിഞ്ഞാൽ ആ പശ സെറ്റ് ആവുള്ളൂ. അപ്പോൾ 24 മണിക്കൂർ രാവിലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെയാണ് ഈ സാധനം സെറ്റ് ചെയ്യാവുള്ളൂ. അതിനുള്ള പശ സാധനം സെറ്റ് ചെയ്യുന്ന ഇത് കാണിക്കാം.
ഇതിന്റെ ഇത് മനസ്സിലായില്ലേ? കമ്പനി ഫുൾപ്പിരി, മറ്റേനെ ഇത്. അപ്പോൾ ഇത് ഈ ഫുൾപ്പിരി ഇല്ലെങ്കിൽ ഉള്ള വ്യത്യാസം എന്നാന്ന് വെച്ചാൽ അത് കാണിക്കാം വണ്ടിയിൽ വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇത് വെച്ചിട്ടും കാര്യമില്ല. ഈ സാധനം ഒരു കാരണവശാലും മേടിക്കരുത്. ഈ സൈസ് സാധനം അത് നമുക്ക് നിൽക്കത്തില്ല. എന്ത് കാണിച്ചാലും നിൽക്കത്തില്ല. പശ വെച്ചാലും എന്ത് കാണിച്ചാലും നിൽക്കില്ല സാധനം. ഈ സൈസ് സാധനം മേടിച്ചിട്ട് പശ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കമ്പനി വരുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇതുണ്ട്, അതിങ്ങനെ സ്കൂട്ടറിനെ കുത്തി കളയണം. അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പശ അവർ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ഇങ്ങനെ ചിരണ്ടി കളയണം കുത്തി. ആ പശ കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഈ പശ വെച്ച് ഒട്ടിക്കാവുള്ളൂ. ചാത്തൻ്റെ അല്ലേ? എല്ലാം ചാത്തനമല്ല, കമ്പനി വരുന്നില്ല. കമ്പനി നിർത്തിയെന്നാ പറയുന്നത്. സ്വിച്ച് കമ്പനി നിർത്തിയെന്നാ പറയുന്നത്. മഹേന്ദ്ര കമ്പനി നിർത്തിക്കളഞ്ഞു. നമുക്ക് തൽക്കാലത്തേക്ക് നിൽക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. തൽക്കാലമല്ല, നിന്നുള്ള സാധനം. മിക്ക വണ്ടിയും ഈ സാധനം പോയിട്ട് ബ്രേക്ക് പോയിട്ട് എവിടെയും ഓടെ ചാടുന്ന അവസ്ഥ ഇപ്പം നിലവിലുള്ളത്. അപ്പം എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഈ സാധനം ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഊരി ബ്ലോക്ക് ചെയ്യുക സാധനം. നമ്മളെ ബ്ലോക്ക് ചെയ്തേക്ക് നീ കാണുന്നത് ഇതല്ലേ? ഇത് രണ്ടും ഇത് കണ്ടോ? ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. എല്ലാവർക്കും സ്വിച്ച് ഇല്ലെങ്കിൽ എന്നാന്ന്, സ്വിച്ച് ഇല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ് തെളിയത്തില്ല. ഇതെന്നു വെച്ചാൽ ഫൂഡ് ഈ തുളവഴി കയറിയിട്ട് ഇത് പ്രസ് ചെയ്യുക. അതാണ് ഈ സ്വിച്ച്. സ്വിച്ച് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല വണ്ടിക്ക്. കളിഞ്ഞില്ലെങ്കിൽ ചെക്കിങ്ങിനിടയ്ക്ക് എംബിയുടെ എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ പെറ്റി അടച്ചു വിടും. അപ്പോൾ ഇതിന് നമുക്ക് പോംവഴിയായിട്ട് ഈ പശ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പശ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള കാണിക്കാം. അതുപോലെ മറ്റേ വണ്ടിയിൽ ഈ തള്ളിച്ചല്ലേ, ഈ തള്ളിച്ച വണ്ടി നോക്കി അറിയാം അത് സെറ്റ് ചെയ്തേക്കുന്നത്. ആ വണ്ടിയിൽ കാണിച്ചു കൊടുക്കും. ഫുൾപ്പിരി ഇല്ലെങ്കിലുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഫുൾപ്പിരി ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്തേക്ക് കയറി കടിക്കും. വാഷറിന് രണ്ടെണ്ണല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്? അത് കുഴപ്പമൊന്നുമില്ല. അതാ ഫുൾപ്പിരി ഉണ്ടെങ്കിൽ ഈ സാധനം ചേർന്നിരിക്കും ഇതിൻ്റെ അകത്തേക്ക്. അതുപോലെ തന്നെ ഇത് പശ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റം കണ്ടോ? ഇതാണ് പശ വെച്ച് ഇല്ലല്ലോ. നമ്മളിത് പുതിയത് വാങ്ങിച്ചിട്ട് പശ വെച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല. നാലെണ്ണം മാറി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാണ് ഈ പശ വെച്ച് ഒട്ടിച്ച് നമ്മൾ നിർത്തിയത്. ഇതെന്നു വെച്ചാൽ ഈ ബ്ലാസ്റ്റിക് തള്ളിപ്പോയി. ഇതങ്ങ് തള്ളി കഴിയുമ്പോൾ പ്രഷർ അങ്ങ് തള്ളി കഴിയുമ്പോൾ ഇതങ്ങ് ഉരുക്കും. ബാക്കി സാധനം തെറിച്ചും പോവുകയും ചെയ്യും. ബാക്കി അതിനകത്തിരിക്കും. അതിനകത്തിരിക്കുമോ? ഇത് ഈ സാധനം പ്ലാസ്റ്റിക് മാത്രമേ തള്ളിപ്പോവുള്ളൂ. ഇത് തള്ളിപ്പോയി കഴിഞ്ഞാൽ ഈ സ്വിച്ച് വർക്കാവില്ല, ഫ്ലൂഡും പോവും, ബ്രേക്ക് വർക്കാവില്ല, ബ്രേക്ക് ചവിട്ടിയാലും നിൽക്കത്തില്ല. ഈ സൈസ് സ്വിച്ച് മേടിക്കുക, ഈ സൈസ് സാധനം മേടിക്കില്ല. ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കംപ്ലൈൻറ്റ് മാറ്റാൻ പറ്റത്തില്ല. ടൂ ടൈപ്പ്. ഇത് പിന്നെ ടൈപ്പ് ആണെങ്കിൽ ഇത് നമുക്ക് പശ വെക്കാം. ഇത് പശ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് പകുതിക്ക് പകുതി പശ എടുക്കണം. പകുതി ഇങ്ങനെ നമ്മുടെ MC-ലൊക്കെ ഉപയോഗിക്കുന്ന പോലെ പകുതി ഇതെടുക്കുക. ഇത് 24 മണിക്കൂർ കഴിഞ്ഞാൽ സെറ്റ് ആവുള്ളൂ. അതായത് പശ വെച്ചിട്ട് അപ്പം തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കില്ല കാണും. 24 മണിക്കൂർ വേണം സെറ്റ് ആകാൻ. നമ്മുടെ ജീപ്പിൽ ഇത് സക്സസ് ആയിട്ടോ. ഇപ്പോൾ ഫുൾ ലീക്ക് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പരിചയപ്പെടുത്തുന്നത്. ഈ പരുവും വരും സാധനം രണ്ടും മിക്സ് ചെയ്യുമ്പോൾ. മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാണുമെന്ന് പറയുമ്പോൾ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം പോലും വലിയ അപകടമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാതെ അവസ്ഥയൊക്കെ ഉണ്ടാവും, അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇൻഫർമേഷൻ എന്ന രീതിക്കാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.